ഇത് വളരെ പഴയൊരു വീഡിയോ ആണ്. 2019 ജനുവരി 19 ഞങ്ങളൊരു അഗസ്ത്യാർകൂടം യാത്ര നടത്തി. എന്നോടൊപ്പം അനൂപാണ്. അനൂപ് എൻ്റെ സുഹൃത്തും വളരെ ജെന്യുവനായിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ്. ഇവൻ കാരണമാണ് ഈ യാത്ര പോസിബിൾ ആവുന്നത്. കാരണം എനിക്ക് അഗസ്ത്യാർകൂടത്തെ കുറിച്ച് അറിയാമെങ്കിലും ഇത്തരം യാത്രകൾ പോസിബിൾ ആണെന്നുള്ള വിജ്ഞാനമൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവനാണ് എന്നെ പൊക്കിക്കൊണ്ട് പോകുന്നത്. അത് എൻ്റെ ജീവിതത്തിൽ അതിമനോഹരമായിട്ടുള്ള വളരെ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള യാത്ര സമ്മാനിച്ചു എന്നതാണ് സത്യം. നമ്മളങ്ങനെ യാത്ര തുടങ്ങുകയാണ്. ഈ തുടക്കത്തിൽ ഫുള്ള് പച്ചപ്പും എങ്ങും അരുവികളും വെള്ളവും പാറക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ വളരെ തണുത്തൊരു അന്തരീക്ഷത്തിൽ കൂടി നമ്മൾ കടന്നു പോകും. സത്യത്തിൽ നമ്മളെ ബാഗിലെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മളെ കയ്യിലുള്ള വെള്ളത്തിൻ്റെ കുപ്പിയിലെ വെള്ളം വരെ നമ്മളെടുത്ത് കളയും. എന്തിന് വെള്ളം? വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നല്ല തണുത്ത വെള്ളം, ഇത് കോരി കുടിക്കാം എന്നുള്ള ചിന്തയിൽ നമ്മൾ ബാഗിലെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം പോലും എടുക്കാത്തൊരവസ്ഥയിലോട്ട് എത്തും. അങ്ങനെ ഈ അരുവി ഒക്കെ കണ്ട് ഇങ്ങനെ കയറി പോകുമ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പം ഫുള്ള് ഈ മൊട്ടക്കുന്നുകളാണ്. മൊട്ടക്കുന്നെന്ന് വെച്ചാൽ അവിടെ ആൾപ്പൊക്കത്തിലുള്ള പുല്ലും നമ്മുടെ എനർജി മോട്ടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ കാറ്റും അതിശക്തമായിട്ടുള്ള വെയിലും. അരുവി എന്ന് പറയുന്ന അല്ലെങ്കിൽ വെള്ളം എന്ന് പറയുന്ന സംഭവമേ ഇല്ല. പിന്നെ കീഴ്പ്പെടുത്താനാണ് നമ്മൾ പോണത്. പക്ഷേ പോണ വഴിയിൽ കാണുന്ന കാഴ്ചകൾ, ഇനി ഒരു ചുവട് വെള്ളമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ഒരവസ്ഥയിൽ വരെ എത്തും. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ. സത്യത്തിൽ ഇനി പോയില്ലെങ്കിലോ തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് അതാ ഒരു അരുവി. അതിന്ന് കോരി കുടിച്ച ആ വെള്ളത്തിൻ്റെ രുചിയുണ്ടല്ലോ, അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വെള്ളമായിരുന്നു. അങ്ങനെ ആ വെള്ളമൊക്കെ കുടിച്ച് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, അതിൻ്റെ തണുപ്പൊക്കെ ആസ്വദിച്ച് വീണ്ടും മുന്നോട്ട് കുറേ നടക്കണം. ഇനി അങ്ങോട്ട് കയറ്റമാണ്. ഫസ്റ്റ് ബേസ് ക്യാമ്പിലോട്ടാണ് ആദ്യ യാത്ര. അവിടെ എത്തുന്നതിന് മുമ്പ് ധാരാളം നമ്മൾ മല കയറുന്ന പോലെ കാടിലൂടെ അല്ലെങ്കിൽ മരങ്ങളുടെ ഇടയിൽ കൂടി തെറ്റുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിൽ കൂടി അതിൻ്റെ പുറത്തു കൂടി കയറി വേണം മുകളിലോട്ട് പോകാൻ. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് ധാരാളം അരുവികളൊക്കെ ഇങ്ങനെ നമ്മളെ ദാഹം ശമിപ്പിക്കാൻ ഉണ്ടാവും. വഴിയിലൊക്കെ വീണ് കിടക്കുന്ന മരങ്ങൾ, എപ്പോഴോ കടന്നുപോയ വന്യമൃഗങ്ങളുടെ കാഷ്ടം, ഇതൊക്കെ ഉണ്ടാവും പോകുന്ന വഴിയിൽ. അങ്ങനെ ഫസ്റ്റ് ബേസ് ക്യാമ്പിലെത്തി. ഇവിടെയാണ് ഇന്ന് ഉറക്കം. ഇത് വൈകുന്നേരത്തെ കാഴ്ചയാണ്. ബേസ് ക്യാമ്പിൽ തന്നെ നമുക്ക് ഫുഡ് അവൈലബിൾ ആണ്. നല്ല കോസ്റ്റ്ലിയാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ അത് ഉണ്ടാവുമല്ലോ, ഈ മലയൊക്കെ കയറി വേണം ഇവർക്ക് ഈ ഫുഡ് ഇവിടെ എത്തിക്കാൻ. അങ്ങനെ രാവിലെ ബാക്കിയുള്ള നടത്തത്തിലോട്ടാണ്. ഇന്ന് അഗസ്ത്യാർകൂടം നമ്മൾ കയറും. ഭയങ്കര കാറ്റാണ്. സൂപ്പർ. എൻ്റെ അമ്മോ, ഇത് ഇത്രയും കൂടെ തിരിച്ച് നടക്കണം എന്നതാണ്. മുകളിലോട്ട് പോകുമ്പോൾ അവിടെ എത്തണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. തിരിച്ചു പോകുമ്പോൾ എവിടെ എത്താൻ, വീണ്ടും പഴയ, എന്നാലും തിരിച്ചിറങ്ങണം. ഇത് ലൈഫിലൊക്കെ ഒരു തവണ യാത്ര ഇരിക്കുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കണം അല്ലേ. ഇപ്പോൾ കാറ്റ് കുറവുണ്ട്. ഇതൊക്കെ വലിഞ്ഞ് കയറി നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത പല കാഴ്ചകളും നമ്മൾ കാണും. പുഴയുടെ ഉത്ഭവം എവിടെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. കയറാൻ കിടക്കുന്നു. അങ്ങനെ ഈ മലകളൊക്കെ കയറി അവസാനം ഞാൻ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോവുകയാണ്. ആ അഗസ്ത്യാർകൂടം കയറുന്നതിന് മുമ്പ് കുത്തനെയുള്ള കയറ്റമാണ്. ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്.
എങ്ങനെ കയറും? കാരണം ബാഗുണ്ട്, ബാഗുണ്ട്, റോപ്പ് കയറ് പിടിച്ചാണ് നമ്മൾ മുകളിലോട്ട് കയറേണ്ടത്. കയറി പകുതി എത്തുമ്പോഴേ ആ ശക്തമായ കാറ്റുണ്ട്, അത് നമ്മളെ തള്ളിയിടാൻ നോക്കുന്ന രീതിയിലുള്ള കാറ്റാണ്. ഇതൊക്കെ തരണം ചെയ്ത് വേണം കയറാൻ. കയറുമ്പോൾ ഇതെങ്ങനെ ഇറങ്ങും ഞാൻ എന്നുള്ള ചിന്തയാണ്. മുകളിൽ നിൽക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഞാൻ ഇറങ്ങണമല്ലോ, എങ്ങനെ താഴോട്ട് ഇറങ്ങും എന്നുള്ള ചിന്തയിലാണ്. സത്യത്തിൽ അവിടെ നിൽക്കുമ്പോൾ എനിക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. അതിമനോഹരമായ കാഴ്ചകൾ. വാ, യാത്രയാവുക. തിരിച്ചു വരുമ്പോൾ വല്ലാത്തൊരു വിഷമം. വേറൊന്നുമല്ല, അഗസ്ത്യാർ മല വേണ്ടതും ആസ്വദിക്കാൻ പറ്റില്ല. അവിടെ കയറിക്കഴിഞ്ഞപ്പോൾ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള കയറ്റം, കുത്തനെയുള്ള കയറ്റം, ടോപ്പ് വഴിയുള്ള അതിലാദ്യം കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു. അതായത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ തിരിച്ചിറങ്ങാൻ പറ്റും. അതിൻ്റെ മല കഴിക്കുമ്പോഴൊക്കെ അതായിരുന്നു, തിരിച്ചിറങ്ങാൻ പറ്റും. അങ്ങനൊരു ചോദ്യമായിരുന്നു. അതല്ല, അടുത്ത വർഷം പ്ലാൻ ചെയ്യാം. എല്ലാ കാര്യങ്ങളും രണ്ടാമത് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം ആദ്യത്തിൽ പറ്റിയ അബദ്ധങ്ങളൊക്കെ രണ്ടാമത്തേന് നമുക്ക് പരിഹരിക്കാൻ പറ്റും. സോ അടുത്ത കൊല്ലം പറയാം. നമ്മളൊക്കെ ജീവിതത്തിൽ വളരെ താങ്ക്ഫുള്ളാവുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. നമുക്കിവിടെ എത്താൻ പറ്റിയല്ലോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാത്ര. ഈ യാത്ര എനിക്ക് ജീവിതവുമായിട്ട് വളരെയധികം താതാത്മ്യം തോന്നുന്നുണ്ട്. കാരണം ജീവിതത്തിൽ നമുക്ക് ഫസ്റ്റ് ധാരാളം അച്ഛനമ്മമാരൊരുക്കുന്ന റിസോഴ്സസ് ധാരാളം ഒട്ടുമിക്ക ആൾക്കാർക്കുണ്ടാവും. അത് നമ്മൾ എൻജോയ് ചെയ്യും പരമാവധി. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജോലി, അത് ഏത് വഴി പോകണം, എങ്ങനെ പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വഴി വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകും. അത് കഴിയുമ്പോൾ നമ്മളൊരു പ്രൊഫഷനിൽ എത്തിച്ചേരുമ്പോൾ വീണ്ടും ചുവടുകൾ വെച്ച് കയറി കഷ്ടപ്പെട്ട് മുകളിലെത്തുമ്പോൾ നമ്മൾ ആ ഒരു ജീവിതത്തെ പൂർണ്ണതോതിൽ ആസ്വദിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തുന്നു. ഇത്തരം ഒരു സംഭവം നമുക്ക് ഈ യാത്രയിലും എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ചുറ്റുപാടുകൾ. സത്യത്തിൽ അങ്ങോട്ടുള്ള കയറ്റം വളരെ എൻജോയബിളായിരുന്നു. ബിക്കോസ് ചലഞ്ചിങ് ആയിട്ടുള്ള യാത്രയാണ്, നമുക്ക് കാണേണ്ട ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഇനി തിരിച്ചുള്ള യാത്ര സ്ഥിരം ജോലി അല്ലെങ്കിൽ സ്ഥിരം ചുറ്റുപാടിലേക്ക്, വീണ്ടും ആ ബോറിംഗ് ലൈഫിലേക്ക്, അങ്ങനെയുള്ള യാത്രയിലേക്കാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചുള്ള യാത്ര വളരെ വിരസമായിരുന്നു. എങ്കിലും ഇത്തരം അരുവികളും അതൊക്കെ കാണുന്നതിൽ സന്തോഷം അത് എന്നുണ്ട്. കുളി കഴിഞ്ഞു.